എ.കെ. ബാലന് മറുപടിയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്നും രേഖകളുടെ പിൻബലത്തിലാണ് ആരോപണമെന്നും ചെന്നിത്തല പറഞ്ഞു. ആരോപണത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്നും വ്യവസായ സെക്രട്ടറിയുടെ അന്വേഷണം ആർക്കു വേണമെന്നും ചെന്നിത്തല ചോദിച്ചു. പ്രതിപക്ഷ നേതാവും താനും ചേർന്ന് രേഖകൾ പുറത്തുകൊണ്ടുവന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രീ എ.കെ. ബാലന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഞങ്ങൾ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം പുറത്തുവിട്ടത്. ടെൻഡറിൽ പങ്കെടുക്കാത്ത പ്രസാരിയോ കമ്പനിക്ക് എങ്ങനെ കരാർ കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല. CPM-ന്റെ അടുത്ത ബന്ധുവായ സുരേന്ദ്രകുമാറിന് 99% ഷെയറുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. ആരാണ് ഈ പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനി? ആ കമ്പനിയുടെ ഒരു ഡയറക്ടറുടെ പേരാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ രാംജിത്ത്. ഇപ്പൊ വേറൊരു 99% മുതൽ മുടക്കുള്ള വേറൊരാളുണ്ട്, സുരേന്ദ്രകുമാർ. അദ്ദേഹത്തെ പറ്റി നിങ്ങളും കൂടുതൽ അന്വേഷിക്കണം. അദ്ദേഹം CPM-ന് എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പത്തനംതിട്ടക്കാരനായ ഒരു സുരേന്ദ്രകുമാർ 99% ഓഹരിയുള്ള വ്യക്തി CPM-ന്റെ ഏറ്റവും അടുത്ത സഹയാത്രികനാണ് ഈ പ്രസാദിയോ കമ്പനിയുടെ രണ്ടാമത്തെ ഡയറക്ടർ. AI ക്യാമറ അഴിമതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. അഴിമതിയുടെ കാരണഭൂതൻ പട്ടം മുഖ്യമന്ത്രിക്ക് ചാർത്താൻ പോകുന്നെന്നും ഷാഫി പറഞ്ഞു. AI ക്യാമറകൾക്ക് മുന്നിൽ കാരണഭൂതൻ പട്ടം ചാർത്തും. കമ്മീഷൻ കപ്പിത്താൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിക്കേണ്ട സാഹചര്യമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇത്തരത്തിൽ നടക്കുന്ന സകല അഴിമതിയുടെയും കാരണഭൂതനായി മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ കപ്പിത്താൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ CPM സംവിധാനങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ സകല കള്ളത്തരത്തിൻ്റെയും അഴിമതിയുടെയും കപ്പിത്താൻ സ്ഥാനത്താണ് അദ്ദേഹത്തെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നത്. ഇതങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങളല്ല. ഇത് കൃത്യമായ രേഖകൾ വെച്ച് നിയമലംഘനങ്ങളും ചട്ടലംഘനങ്ങളും കൃത്യമായി ചൂണ്ടിക്കാണിച്ച് ടെൻഡർ നടപടികൾ സുതാര്യമല്ലാതെ ഇവർ നിർമ്മിച്ച കാർട്ടലിൻ്റെ പേരിൽ നടത്തിയ എല്ലാ ഇടപാടുകളും രേഖാമൂലമാണ് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് ഒരു ജനാധിപത്യമായ ഒരു അനിവാര്യതയാണ്. അവിടെ മൗനം പാലിക്കൽ ഭീരുത്വമാണ്. മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മാധ്യമങ്ങളെ കണ്ടിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയേണ്ട സമയത്തും മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്തും അദ്ദേഹം അവൈലബിലിറ്റി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. അത് ഇപ്പോൾ പല കാര്യങ്ങളിലും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അത് കേന്ദ്രത്തിൻ്റെ ഒരു രീതിയാണ്, മോഡിയുടെ ഒരു രീതിയാണ്. അങ്ങോട്ട് ചോദ്യങ്ങൾക്ക് അധികം താല്പര്യമില്ലായ്മയും ഇങ്ങോട്ട് പറയാനുള്ളതിൻ്റെ വേദി മാത്രമാക്കിയിട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയൊക്കെ കാണുന്ന രീതി, ഇത് സമാനതകളില്ലാത്തൊരു സാധനമാണ്. ഒരു ഖേദകരമെന്ന് പറയേണ്ടി വരും. അഴിമതിയെ കുടുംബവൽക്കരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. പല കമ്പനികളുടെയും പല ഇടപാടുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നൊരു വാർത്ത, കരാറ് കിട്ടുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് തന്നെ ട്രയൽ റണ്ണിന് ഈ കമ്പനികളെ ചുമതലപ്പെടുത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വരികയാണ്. മറ്റു മേഖലകളിലെ CITUവിൻ്റെ പ്രവർത്തനം പോലെയാണ് SRIT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുകൂലിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഏർപ്പാട്. ഞങ്ങൾക്കറിയേണ്ടത് ആ നോക്കുകൂലിയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ വിഹിതം എന്താണ്? കമ്മീഷൻ കപ്പിത്താൻ എന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്.